ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ +2 തുല്യതയിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഏകദേശം എല്ലാ എക്സാമിനും ഈ ഒരു ഭാഗം എന്തായാലും ഉണ്ടാവാറുണ്ട്. ഈ ഒരു പാഠഭാഗം കേട്ടോ, നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്നുള്ളത്. നമ്മൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണത്. അപ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു 11ാമത്തെ പാഠമല്ലേ, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറഞ്ഞിട്ടുള്ള പാഠം. അതിൽ നമ്മൾ പറയുന്നത് 1915 മുതൽ 1948 വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ്, അദ്ദേഹം നയിച്ചിട്ടുള്ള പലതരത്തിലുള്ള സമര പരിപാടികളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും വിശകലനം ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ്. അതിൽ നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ്, ഖേദ സത്യാഗ്രഹം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചനകളായിട്ട് തരും. അപ്പം നമ്മൾ എപ്പോഴും നമ്മളൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതായത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ പറയാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെറുതായിട്ട്, നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്തിട്ട് വേണം എഴുതാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാര്യത്തിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള സൂചനകൾ വെച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നമ്മളോട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും വിശകലനം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ എഴുതി തുടങ്ങണം എന്നറിയോ, ഗാന്ധിജീനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ തോതിലുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നമ്മുടെ ഗാന്ധിജി, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ ഗാന്ധിജി 1915 ജനുവരിയിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരണത്. അങ്ങനെ അദ്ദേഹം ഒരു വക്കീലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള ഗാന്ധിജി അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഗാന്ധിജിയുടെ ഒരു സമരരീതി എന്ന് പറയുന്നത് അഹിംസാധിഷ്ഠിതമായിട്ടുള്ള സമരരീതിയാണ് അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സമരരീതി ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം, അതായത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സൗഹാർദ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതും വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിച്ചതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ആ ദക്ഷിണാഫ്രിക്ക തന്നെയാണ് മഹാത്മാഗാന്ധിയെ നല്ല രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കെല്ലാവർക്കും ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സമരങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ ഗാന്ധിജി തിരിച്ചു വരുമ്പോഴാണ് ഗാന്ധിജിക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു തരത്തിലുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ് ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗാന്ധിജി ഇന്ത്യ ആകെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു വൺ വേർഡ് ഉണ്ട് അല്ലേ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പേര് കണ്ടാൽ നമ്മൾ ഏത് തന്നെ നമ്മൾ കുത്തണം, അല്ലെങ്കിൽ നമ്മൾ ഏത് തന്നെ എഴുതണം, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നുള്ളത് നമ്മൾ എഴുതണേ. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആകെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആര് പറയാണ്, രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയോട് പറയാണ്. അങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. തൻ്റെ സത്യാഗ്രഹ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1916 അഹമ്മദാബാദിലുണ്ടായിരുന്ന സബർമതി നദിക്കരയിൽ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. എന്താണ് ആശ്രമത്തിൻ്റെ പേര്? സബർമതി ആശ്രമം എന്നാണ് ആ ഒരു ആശ്രമത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഏകദേശം തുടക്കം നമുക്ക്, അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ളത് കിട്ടിയില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെറുതായിട്ട് എഴുതി വെക്കുക. ഇതിൻ്റെ ശേഷം നമ്മൾ സൂചനകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ്, ഖേദ സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ വേണം ഈ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിൻ്റെ ശേഷം നമ്മൾ ഓരോന്നിനും വിവരിച്ച് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം എന്ന് പറയുന്നത് ഏതാണ്?
1917 നടന്നിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ നമുക്ക് വൺ വേർഡ് ചോദിക്കുകയാണ്, ഏതാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം എന്ന് ചോദിച്ചാൽ ഏതാ എഴുതുക? ആൻസർ വേറെ ഒന്നിലും നോക്കാൻ നിൽക്കണ്ട. ഏതാണ് ആൻസർ? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ. അപ്പോൾ ചമ്പാരനിലെ നീലം കർഷകരുണ്ടല്ലോ, അവരെ ഈ യൂറോപ്യൻ തോട്ട ഉടമകളുണ്ട്, അവർ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിട്ടായിരുന്നു ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഗാന്ധിജി എന്ത് ചെയ്യാണ്? ചമ്പാരനിലെത്തുകയും പിന്നെ കർഷകരുടെ അവസ്ഥയെക്കുറിച്ചിട്ട് വിശദമായിട്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അതിന് ശേഷം ഒടുവിൽ എന്ത് ചെയ്യാണ്? ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കർഷകരുടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ വന്നിട്ടുള്ളതാണ് ഏത്? ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. പിന്നീട് ഗാന്ധിജി ഇവിടെ എത്തുകയും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ശേഷം ഒടുവിൽ എന്ത് വരികയാണ്? ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കർഷകരുടെ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഏതാണ് ഇയർ? 1917 അതാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം അല്ലെങ്കിൽ സത്യാഗ്രഹ പരീക്ഷണം എന്ന് പറയുന്നത്. ഇനി 1918 നടന്നിട്ടുള്ള അഹമ്മദാബാദിലെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ആ ഒരു നഗരത്തിലുള്ള തുണിമിൽ തൊഴിലാളികളും ഈ മിൽ ഉടമകളും തമ്മിലുള്ള വേതന വർധനവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് അഹമ്മദാബാദിലെ പ്രശ്നം എന്ന് പറയുന്നത്. 1918 അതായത് ഈ തുണിമിൽ തൊഴിലാളികളും മിൽ ഉടമകളും തമ്മിൽ ഈ വേതന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണിത്. അപ്പം ഇതിൽ ഗാന്ധിജി ഇടപെടുന്നുണ്ട്. ഇതിൽ ഗാന്ധിജി തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുകയും അഹിംസാപരമായിട്ടുള്ള ഒരു സമരം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 35% വർധനവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് ഇതേ ഇയറിൽ 1918 നടന്നിട്ടുള്ള ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖേദ ജില്ലയിലുള്ള അവിടുത്തെ കർഷകരുടെ ഭൂനികുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണിതെന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ഖേദ ജില്ലയിലുള്ള കർഷകർക്ക് ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിൽ ഗാന്ധിജി ശക്തമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിലും പ്രശ്നപരിഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വിളനാശം, ക്ഷാമം കാരണമൊക്കെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ബ്രിട്ടീഷുകാർ നികുതിയിലൊന്നും ഇളവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കർഷകർ ഇതിനെതിരെ പ്രശ്നവുമായിട്ട് വരുന്നത്. ഇതിൽ ഗാന്ധിജിയൊക്കെ ഇടപെട്ടിട്ട് ഒരുപാട് സമരങ്ങളും ഈ അഹിംസാപരമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിനും പ്രശ്നപരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ ഈ അഹമ്മദാബാദിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഖേദയിലാണെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഗാന്ധിജി വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സത്യാഗ്രഹ സമരങ്ങൾ ഗാന്ധിജി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമം പാസ്സാക്കുകയുണ്ടായി. ഇതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനുമുള്ള അധികാരമാണ് ഈ നിയമം ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ റൗലറ്റ് നിയമത്തിനെതിരെ അതിശക്തമായിട്ട് ഗാന്ധിജി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പ്രക്ഷോഭങ്ങൾക്കും ഹർത്താലിനും ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. ഗാന്ധിജി ഒരു ദേശീയ നേതാവാക്കി മാറ്റുന്നതിന് ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെയായിട്ടുള്ള പ്രതിഷേധം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണ് എന്താണ് റൗലറ്റ് നിയമം എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കുകയാണ്. അതാണ് റൗലറ്റ് നിയമം എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെയും ഒരു വിചാരണയും കൂടാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തടങ്കലിൽ വെക്കാനുമുള്ള അധികാരമാണ് ഈ ഒരു നിയമം ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ആര് വന്നിട്ടുണ്ട്? ഗാന്ധിജി ആഞ്ഞടിച്ചിട്ടുണ്ട് ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെ. ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് 1919 ജാലിയൻ വാലാബാഗ് ദുരന്ത ദേശീയ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്ന ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് 1919 ഏപ്രിൽ 13 വലിയൊരു ആൾക്കൂട്ടം, അതായത് വലിയൊരു ജനക്കൂട്ടം നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരെ എന്ത് ചെയ്യുകയാണ്? ഇവരെ
അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ ഉണ്ട്, അയാൾ വലിയൊരു സൈന്യവുമായി വന്നിട്ട് ഒരായുധങ്ങളും കയ്യിലില്ലാതിരുന്ന ജനക്കൂട്ടത്തിൻ്റെ നേരെ വെടിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവർ ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വന്നിട്ടുള്ള ഈ ജനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ക്രൂരത നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഗാന്ധിജിയെ വളരെയധികം നിരാശനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1919 മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി ഇവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ ഗാന്ധിജി പൂർണ്ണമായിട്ടും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഗാന്ധിജി ഈ ഒരു പ്രസ്ഥാനത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ വെച്ച് കൂടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താണോ ഒന്നുകൂടി പറയാം. 1920 ഡിസംബറിലാണ് നാഗ്പൂരിൽ വെച്ചിട്ട് കൂടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം ഉണ്ടായിരുന്നു. ആ ഒരു സമ്മേളനത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, സ്വരാജ് സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, നികുതി നൽകാതിരിക്കുക. ഇതാണ് ഈ ഒരു നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചാബിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അതുപോലെ സ്വരാജ് സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഇത് നമ്മൾ പാടെ ബഹിഷ്കരിക്കണം. ഒരു തരത്തിലുള്ള അവരുടെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, അവരുടേതല്ലാത്ത നമ്മുടേതായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, നികുതി ഒരു തരത്തിലും നൽകാതിരിക്കുക. ഇതൊക്കെയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ടിൽ വെച്ചപ്പോൾ വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, തൊഴിലാളികൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നിട്ടുള്ള ആൾക്കാർ ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള ഈ ആഹ്വാനത്തെ തുടർന്നിട്ട് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കാൻ തുടങ്ങി. അഭിഭാഷകരാണെങ്കിൽ കോടതി നടപടികളൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് സ്ത്രീകൾ സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങി. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. കാരണം ഒരു തരത്തിലും ഇവിടെയുള്ള ജനങ്ങൾ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അവരുടെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുകയാണ്, ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും അവരുടെ കൂടെ നിൽക്കാനോ ഒന്നും ചെയ്യാത്തൊരവസ്ഥ. സ്ത്രീകളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, ഗാന്ധിജിയുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. എന്നാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ വളരെ അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തീ വയ്ക്കുകയുണ്ടായി. അങ്ങനെ 22 പോലീസ് ഉദ്യോഗസ്ഥർ ആ തൽക്ഷണം തന്നെ അവർ വെന്ത് മരിക്കുകയും ചെയ്തു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് 21 പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് പറയുക കേട്ടോ. പക്ഷേ ശരിക്കും നമ്മൾ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ 22 പോലീസ് ഉദ്യോഗസ്ഥർ മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, അന്നത്തെ റെക്കോർഡ് പ്രകാരം അത് 22 ആണ്. പിന്നെ 1922 ഈ ഒരു സംഭവത്തെ തുടർന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്യാണ്, ഈ ഒരു നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജനക്കൂട്ടൊക്കെ ഒരു രീതിക്ക് നല്ല രീതിയിൽ നിന്നാലും വേറൊരു ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, അക്രമാസക്തരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ജനക്കൂട്ടം ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു അവസ്ഥ വന്നപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്.
ഇനിയാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. 1930 മാർച്ച് 12-നാണ് ദണ്ഡി യാത്ര കേട്ടോ. ഓർത്ത് വെക്കണം, 1930 മാർച്ച് 12. ഗാന്ധിജി ആരംഭിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമര പരിപാടിയാണ് ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നുള്ളത്. 1930-ലാണ്. ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഉപ്പ് സത്യാഗ്രഹം. ഏതിൻ്റെ ഭാഗമായിട്ടാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരംഭിച്ചതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണേ. ഉപ്പ് വിൽക്കാനും അതേപോലെ തന്നെ ഉപ്പ് നിർമ്മിക്കാനുമുള്ള അധികാരം ഗവൺമെൻറ്റിൻ്റെ മാത്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഉപ്പ് നിർമ്മിക്കാനും ഉപ്പ് വിൽക്കാനുമുള്ള അധികാരം ആർക്കായിരുന്നു? ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു. അങ്ങനെ ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായിട്ട് 1930 മാർച്ച് 12-ന് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദണ്ഡിയാത്ര എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ് കേട്ടോ. അങ്ങനെ 1930 ഏപ്രിൽ 6-ന് സബർമതിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയും അനുയായികളും അവിടെ വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഉപ്പ് ഉണ്ടാക്കുകയാണ്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന നടപടിയായിട്ടാണ് ഈ ഒരു സംഭവത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഏതാണ്? ഉപ്പ് സത്യാഗ്രഹമാണ്. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ചിട്ടുള്ള മൂന്നാമത്തെ പ്രക്ഷോഭമാണിത്. ഈ 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ വെച്ച് കൂടിയിട്ടുള്ള കോൺഗ്രസ് വാർഷിക സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഉടൻ ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്യുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഈ ഒരു മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ് കേട്ടോ. ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത് മുമ്പ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നിട്ട് ജനങ്ങൾ സ്വയം നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യണം? അവർ അറസ്റ്റിലായ സമയത്ത് തന്നെ ജനങ്ങളത് ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങി. സമരം പല സന്ദർഭങ്ങളിലും ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറാൻ തുടങ്ങി, അക്രമാസക്തമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ഗവൺമെൻറ് ഈ ഒരു സമരത്തെ അടിച്ചമർത്തുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ബഹുജന പ്രസ്ഥാനമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഒരു സമരത്തിൽ അണിചേർന്നിട്ടുണ്ടായിരുന്നു. ദേശീയ ബോധത്തിൻ്റെ ആഴം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1948-ലാണ് പിന്നീട് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഇതാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന 11-ാമത്തെ ചാപ്റ്റർ. ഇതിൽ എസ്സേക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പം ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ പതിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ക്ലാസ് കേൾക്കുക. ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ക്ലാസ് കേൾക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക? റിപ്പീറ്റഡായിട്ട് ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾ കേൾക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ ക്ലാസ്സുകളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.